ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ പുരസ്കാരങ്ങൾ നൽകി ന്യൂസ് 18 കേരളം. കൊച്ചിയിൽ നടന്ന അതിഗംഭീര ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ സോഷ്യൽ കാറ്റലിസ്റ്റ് വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹമായത് ഹരി പത്തനാപുരമാണ്. ഹരിച്ചേട്ടൻ നമുക്കൊപ്പം ചേരുകയാണ്. അതിനു മുൻപ് ഹരി പത്തനാപുരത്തിനാണ് പുരസ്കാരം ലഭ്യമായത്. നമ്മുടെ സോഷ്യൽ കാറ്റലിസ്റ്റ് പുരസ്കാരം നേടിയ ഹരി പത്തനാപുരം നമുക്കൊപ്പം ചേരുകയാണ്. ഹരിച്ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഈ സോഷ്യൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുരസ്കാരം, അത് ആദ്യമായിട്ടാണോ? പുരസ്കാരമേ ആദ്യമായിട്ടാണ്. ഞാൻ പുരസ്കാരങ്ങൾക്ക് എതിരുള്ള ഒരാളാണ്. പക്ഷെ അത് ന്യൂസ് 18 പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്തൊരു ജെനുവിനിറ്റി ഉണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, പലപ്പോഴും പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് ലഭിക്കുമ്പോൾ ആളുകൾ തന്നെ ട്രോളി തുടങ്ങിയ ഒരു കാലമാണ്. പക്ഷെ അത് ന്യൂസ് 18 പോലെയുള്ളൊരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുമ്പോൾ അത് സ്വീകരിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ എത്തിയത്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഈ അല്ലാതെയുള്ള പലപ്പോഴും അവാർഡുകളൊക്കെ കിട്ടുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി മധുരമാണ് ന്യൂസ് 18 പോലെയുള്ള ഒരു ചാനൽ ഒരു അവാർഡ് പ്രഖ്യാപിക്കുക. കാരണം നിങ്ങൾ അത്രയും ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ മനസ്സറിയുന്ന ഒരു ചാനലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ജനങ്ങൾ അത്രയേറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കുമല്ലോ എനിക്കിങ്ങനെ ഒരു അവാർഡ് തന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കാറ്റഗറീസ് വരുമ്പോൾ സോഷ്യൽ കാറ്റലിസ്റ്റ് എന്നൊരു കാറ്റഗറി വരുന്നു. അതിൽ ആർക്ക് പുരസ്കാരം എന്നതിലാണ് നമുക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടി വന്നില്ല ഹരിച്ചേട്ടന്റെ പേര് എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ ഘടകങ്ങളാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചെടുക്കാൻ നിങ്ങളെ ഞാൻ പറയട്ടെ, ഒരു വലിയ, അതായത് ജ്യോതിഷം എന്ന് പറഞ്ഞ ഒരു വലിയ ഒരുപാട് ചൂഷണങ്ങളൊക്കെ നടന്നൊരു മേഖലയാണ് ജ്യോതിഷം. അത് ജനങ്ങളിലേക്ക് ജനപ്രിയമായി എത്തിച്ച ഒരു മനുഷ്യനാണ് നിങ്ങൾ. അപ്പോ നിങ്ങളുടെ വളരെ ലളിതമായിട്ടുള്ള സംസാരം, നമ്മൾ മറ്റേ എന്താണ് ശുക്രൻ, മറ്റേ വ്യാഴം ഇത് വരുന്നു, വെള്ളിയാഴ്ച വെള്ളി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ മാറി മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ, അതുപോലെ ജ്യോതിഷവും സമയവും ഒക്കെ ഗുണം, അതായത് മനുഷ്യന് ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്, ദോഷം വരുത്തുന്ന രീതിയിലല്ല എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ വാക്കുകൾ, അത് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനമായി കണ്ടത്. അതെ, ശരിയാണ്. എനിക്കും അത് തോന്നി. നമ്മളും ഈ പുറത്തൊക്കെ പോകുമ്പോൾ പലപ്പോഴും ആളുകൾ വന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളാണ്. ഈ മനസ്സിലാകുന്ന രീതിയിൽ ഒരു കാര്യത്തെ, അതായത് ജ്യോതിഷം എന്ന് പറയുന്നത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ് എന്ന് ചിന്തിച്ചിരുന്ന കാലത്ത് നിന്ന് ഇതുകൊണ്ട് ജനങ്ങൾക്ക് കുറച്ചൊക്കെ ഉപകാരമുള്ള കാര്യമാണ്, വിശ്വാസികൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന, സംതൃപ്തി തോന്നുന്ന കാര്യമാണ്. പിന്നെ അത് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് കേട്ടപ്പോ ശരിക്കും ഒരു ഇരട്ടി മധുരം. ഹരിച്ചേട്ടാ, വേദിയെ കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ അജു വർഗീസ് ആണ് ചേട്ടന് പുരസ്കാരം നൽകിയത്. എന്തോ അജു വർഗീസ് ആണല്ലോ പുരസ്കാരം നൽകിയ, വേദിയെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? അതെ, അജു വർഗീസ് ആണ്. അജു വർഗീസ് ഞാനുമായിട്ട് നേരത്തെ നല്ല അടുപ്പമുള്ളവരാണ്. ഞങ്ങള് വാട്സപ്പിലൊക്കെ സംസാരിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പുരസ്കാരം നേടി എന്നുള്ളത്, ലഭിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണ്. മാത്രമല്ല, ഞാൻ അതിൽ അവിടെ ചെന്നപ്പോഴാണ് ഒരുപാട് ഈ സോഷ്യൽ മീഡിയ പല മേഖലകളിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകളെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത്. നല്ല ഒരു ജനങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന, അതായത് പൊതുവെ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളല്ലാത്ത ഒരു കൂട്ടം ആളുകളെ അവിടെ പരിചയപ്പെടാൻ കഴിഞ്ഞു. മാത്രമല്ല, മനോഹരമായ ഒരു വേദിയായിരുന്നു. അതിന്റെ ഒരു സംഘാടന മികവ് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. കാരണം അത്രയേറെ മികച്ച ഒരു സംഘാടനം. ശരിക്കും പലപ്പോഴും നമ്മൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഈ എന്റർടൈൻമെന്റ് ചാനലുകൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജ് ഷോകൾ നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളത്. കാരണം ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ഷോ ചെയ്തൊരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ന്യൂസ് 18 എന്ന വാർത്താ ചാനൽ എത്ര മനോഹരമായിട്ടാണ്, എത്ര കൃത്യതയോടെയാണ് ഒരു മികച്ച ഒരു വലിയൊരു സ്റ്റേജ് ഷോ കൈകാര്യം ചെയ്യുന്ന അതേ ലാഘവത്തോടുകൂടി വളരെ മനോഹരമാക്കി അങ്ങനെ ഒരു അവാർഡ് ഫംഗ്ഷൻ സംഘടിപ്പിച്ചു. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. നല്ലൊരു വേദിയായിരുന്നു. ഒത്തിരി ആളുകളെ പരിചയപ്പെടാനും ഒരുപാട് ആളുകളെ അടുത്തറിയാനും സാധിച്ചു എന്നുള്ളതാണ്. ഈ അവാർഡ് കിട്ടിയതിനേക്കാൾ എനിക്ക് സന്തോഷം തോന്നിയത് ന്യൂസ് 18 പ്ലാറ്റ്ഫോമിലാണ്. അതിനുശേഷം നിങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർമാർ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഇപ്പൊ ഒരു സമ്മാനം തരാം, എനിക്ക് ന്യൂസ് 18 താങ്കൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സമ്മാനം തരാന്ന് പറഞ്ഞു. ഞാൻ ധൈര്യമായിട്ട് എന്റെ ഫോൺ എടുത്തു കൊടുത്തു. കാരണം
ഞാൻ കാലങ്ങളായിട്ട് ന്യൂസ് 18 ഫോളോ ചെയ്ത് അതിലെ വാർത്തകൾ കാണുന്ന ആളാണ്. പക്ഷെ സമ്മാനം കിട്ടിയില്ല കേട്ടോ. ആണോ ആണോ ആ സമ്മാനം തരാത്ത ആരാണെന്ന് ഞാൻ ചോദിച്ചറിഞ്ഞ ആ സമ്മാനം വീട്ടിലെത്തിക്കുന്നതായിരിക്കും കേട്ടോ. ഹരി, അതാണ് ഹരിയാണ്. ചേട്ടനോട് ഹരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നല്ലേ. ഈ നമ്മള് ഈ ഒരു താങ്കൾ പറഞ്ഞല്ലോ സംഘാടന മികവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് സത്യമാണ് ഒരു ന്യൂസ് ചാനൽ ഇത്തരത്തിലൊരു പുരസ്കാര ദാന ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കീർണതകളുണ്ട് അതിന്. അതെ അല്ലെ, ഒരുപാട് വെല്ലുവിളികളുണ്ട്. അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ പുറത്തുനിന്ന് ഒരു അവതാരകരെ പോലും കൊണ്ടുവരാതെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ അവാർഡായിട്ട് നിങ്ങൾക്ക് അത് തരുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ, അവാർഡ് ലഭിക്കുന്നവർക്ക് സംസാരിക്കാൻ പല വേദികളിലും അവസരം ഉണ്ടാകില്ല. അതിനൊരു പ്രത്യേക സെഗ്മെന്റ് ഉണ്ടാക്കി അങ്ങനെ തന്നെ അത് പോകണമെന്ന് ഞങ്ങൾക്ക് വലിയ നിർബന്ധമായിരുന്നു. ആ സെഗ്മെന്റ് ഒക്കെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നോ ആദ്യം? വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ചോദ്യങ്ങളായിരുന്നു. എൽദോ ആങ്കർ ആയിരുന്നു. എൽദോ ഒക്കെ നല്ല ചോദ്യങ്ങളാണ്. അതെ, എൽദോയും ഭവ്യയുമായിരുന്നു. പിന്നീട് അശ്വതി കയറി. അപ്പം ഒരു മനോഹരമായ ഒരു ചടങ്ങ്. പിന്നെ അപ്രതീക്ഷിതമായിട്ടാണ് സദസ്സിൽ നിന്ന് ഒരു ചോദ്യം വന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് ഞാൻ ഇത്തരം ചോദ്യങ്ങൾ നിരന്തരം ഫേസ് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് മറുപടികൾ പറയാൻ കഴിഞ്ഞു. മാത്രമല്ല പലപ്പോഴും ഈ ഒരു എന്റർടൈൻമെന്റ് ഷോകളിൽ ഈ സെലിബ്രിറ്റികൾ വരുന്നവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് ആ വന്ന അവാർഡ് സ്വീകരിക്കാനെത്തിയ ആളുകൾ അവർക്ക് പ്രാധാന്യം നൽകുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവരെന്താണെന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് വളരെ മികച്ച ഒരു കാര്യമാണ്. വളരെ നല്ല നിലയിലാണ് ന്യൂസ് 18 ചാനൽ ശരിക്കും ആ ഒരു ഷോയെ കണ്ടക്ട് ചെയ്തത്. താങ്ക് യു ഹരിച്ചേട്ടാ. ഒരു കാര്യം കൂടി, ഇനി നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയ അവാർഡ്, നമുക്ക് ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോൾ അങ്ങനെ ഒരു ടൈറ്റില് സോഷ്യൽ കാറ്റലിസ്റ്റ് എന്നുള്ളൊരു അവാർഡാണ് താങ്കൾക്ക് തന്നത്. ഇനി അപ്പോൾ ഒരു ഉത്തരവാദിത്വം കൂടുന്നുണ്ട്, കാറ്റലിസ്റ്റ് എന്നാണ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇനി പ്ലാൻ? എന്താണ് ഈ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ അതിലേക്കൊക്കെ? ഇത് മാത്രമല്ല, ഈ ഉത്തരവാദിത്വം കൊടുത്തു. താങ്കൾ എന്നോട് ആദ്യമേ പറഞ്ഞു ഞാൻ നല്ല രീതിയിലാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് സന്തോഷത്തെക്കാൾ എനിക്ക് ടെൻഷനാണ്. ഞാൻ പറയുമ്പോൾ എന്റെ സുഹൃത്തുക്കളോട് പറയട്ടെ, പോയിട്ട് പറയുമ്പോൾ ടെൻഷൻ കൂടും. കാരണം എന്താ അറിയാം, അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം നമ്മുടെ വായിൽ നിന്ന്. പക്ഷെ ഞാൻ സ്വയം ഇത് പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ 1.5-2 മണിക്കൂറൊക്കെ പ്രസംഗിക്കുന്ന ആളാണ്. ഞാൻ പ്രസംഗിച്ചതിലെ ഏതെങ്കിലും ഒരു വാചകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോ മറ്റോ ഉപയോഗിച്ച ഒരു ട്രോൾ എനിക്ക് വന്നിട്ടുള്ളതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ട്രോളുകളാണ്. കാരണം ഞാൻ അത്രയേറെ കരുതലോടുകൂടി ഓരോ വാക്കുകളും ഉപയോഗിച്ചാണ് ഇന്ന് വരെ സംസാരിച്ചിട്ടുള്ളതും ഇപ്പൊ അങ്ങയോട് സംസാരിക്കുന്നതും. തുടർന്നും അത്തരത്തിൽ കരുതലോടുകൂടി സംസാരിക്കാൻ എനിക്ക് കഴിയണം. അപ്പൊ ഞാൻ കൂടുതൽ ഗൗരവത്തോടുകൂടി എന്റെ സംസാരത്തെ, എന്റെ അവതരണത്തെ കാണേണ്ടതും മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതും ആണ് എന്നുള്ളൊരു ഒരു ബോധം എന്നിൽ കുറച്ചുകൂടി കൂടും. ശരിക്കും പറഞ്ഞാൽ അവാർഡ് തരുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം നാളെ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് എന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ആ ട്രോൾ ഏറ്റുവാങ്ങേണ്ടത് ഞാൻ മാത്രമല്ല ന്യൂസ് 18 കൂടിയാണ് എന്നുള്ളൊരു ബോധം എന്റെ മനസ്സിൽ ഉണ്ടാകണം. തീർച്ചയായിട്ടും ഈ ഹെയ്റ്റേഴ്സ് ഇല്ല എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഹെയ്റ്റേഴ്സ് കുറവാണ് എന്ന് പറയുന്നത്, കുറവെന്നല്ല ഇല്ല എന്ന് തന്നെ ഹരിച്ചേട്ടൻ പറഞ്ഞു. ഈ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് ഞാൻ ചോദിച്ചത്, കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ താങ്കൾ ചെയ്യുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ വിലയിരുത്തുന്നത് നർമ്മത്തിൽ പൊതിഞ്ഞാണ് താങ്കളുടെ സംസാരം എന്നുള്ളതാണ് അല്ലെ. കൂടുതൽ ആളുകളെ ചേർത്ത് പിടിക്കുന്നതും അങ്ങനെയാണ്. നേരത്തെ മുതൽ അങ്ങനെയാണോ, അത് സംസാരം അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്താമെന്ന് വിചാരിച്ച് അങ്ങനെ കരുതി അങ്ങനെ സംസാരിക്കുന്നതാണ്? ഒരിക്കലല്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചറിയാം. ഞാൻ എന്റെ ഒരു രഹസ്യമായിട്ടുള്ള സംസാരങ്ങളാണെങ്കിലും പരസ്യമായിട്ടുള്ള സംസാരങ്ങളാണെങ്കിലും ടിവിയിലാണെങ്കിലും ഇപ്പൊ സംസാരിക്കുന്നതാണെങ്കിലും എല്ലാം ഒരേ ടോണാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാവരോടും സംസാരിക്കാറുള്ളത്. എന്നെ ടെൻഷനായിട്ട് കണ്ടിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. ഞാൻ എത്ര ടെൻഷനാണെങ്കിലും ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് അവരോട് പറയും. അത് മാത്രമല്ല നല്ലൊരു കേൾവിക്കാരനാണ്. ഒരാൾ വന്ന് ഒരു വിഷയം പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന് മുഴുവൻ കേട്ടിട്ട് അവർക്ക് മറുപടി കൊടുക്കാൻ കഴിയും. ഇപ്പൊ നമുക്ക് ജീവിതത്തിൽ എനിക്കാണെങ്കിലും അങ്ങേക്കാണെങ്കിലും ഒക്കെ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു സൊല്യൂഷൻ എടുക്കാൻ കഴിയില്ല. അത് ആരുടെ കാര്യത്തിലാണെങ്കിലും. അപ്പൊ അത്തരത്തിലൊരു സൊല്യൂഷൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ എന്നിൽ കാണുന്ന ഒരു മേന്മ. അത് ചിലപ്പോൾ എന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. കാരണം ഒരു ദിവസം തന്നെ നിരവധി ആളുകളുമായി സംസാരിക്കുന്നത് കൊണ്ട്, നിരവധി ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ഇപ്പൊ എന്നെ പോലെ ഒരാളെ പെട്ടെന്ന് ട്രാപ്പിലാക്കാൻ പറ്റും, എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നത്. കാരണം ഞാൻ ഒരു ദിവസം 10, 20, 25, 30 പേരെയൊക്കെ ഡെയിലി ഡയറക്റ്റ് കാണുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു മൊബൈൽ ഫോൺ ഒന്ന് റെക്കോർഡിൽ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഇയാൾ പുറത്ത് പറയുന്നതല്ല അകത്തെ എന്ന് നിസ്സാരമായിട്ട് എന്നെ ട്രാപ്പിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ. പക്ഷെ ഇത്ര വർഷമായിട്ട് അങ്ങനെ പലരും ശ്രമിച്ചിട്ടുണ്ടാകാം. കഴിയാതെ വരുന്നത് എന്താണോ പുറത്ത് പറയുന്നത് അത് തന്നെ ഉള്ളിലും കൊണ്ടു നടക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്.
ഈ ഹരി അന്ന് ചോദിച്ച ഹരി ഓഡിയൻസിൽ നിന്ന് ചോദിച്ചത് ഹരിയായിരുന്നു, ഞങ്ങളുടെ ഹരിയായിരുന്നു. അപ്പൊ ഹരി ചോദിച്ചത് ചൊവ്വാദോഷത്തെ കുറിച്ചായിരുന്നു. അതിന്റെ മറുപടിയും രസകരമായിരുന്നു. അതിനുശേഷം ഹരി, എനിക്ക് തോന്നുന്നു ഹരിയുടെ അമ്മയെ ഹരി കൺവിൻസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചൊവ്വാദോഷം ഒന്നൊരു പ്രശ്നം ഹരിയുടെ കല്യാണം ആയോല്ലേ? ഇല്ല, ഇതുവരെ ആയിട്ടില്ല ചേട്ടാ. നമുക്ക് നോക്കാം എന്തായാലും. നമുക്ക് അടുത്തൊരു ടാസ്ക് ഹരിയുടെ കല്യാണവും നടത്തി കൊടുക്കണം. ശരി, അതിന്റെ ക്രെഡിറ്റ് കൂടി ചേട്ടന് ഇരിക്കട്ടെ. അതെ, നമ്മൾ അന്ന് ഒരു തവണ നമ്മളൊന്ന് സംസാരിച്ചപ്പോ ഇതുപോലെ അതിഥിയായിട്ട് വന്ന സമയത്ത് പാട്ട് പഠിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വരെ എത്തി? ഇല്ലില്ല, പിന്നെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അത് കൊള്ളാം. പാട്ട് പഠിക്കാന്ന് തീരുമാനിച്ചിട്ട് അപ്പം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടി ദിവ്യാദാസ് എന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞിരുന്നു. മറ്റേ സിസേറിയൻ സമയത്ത് പാട്ട് പാടി. അപ്പൊ അവര് കൊച്ചിയിൽ തൃപ്പൂണിത്തുറയിൽ ഒരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഓഫ്ലൈൻ ആക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൊച്ചിയിൽ ഷൂട്ടിന് പോകുന്ന സമയത്ത് അവിടെ കയറി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ന്യൂസ് 18 അടുത്ത എന്തെങ്കിലും ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ നല്ല ഗംഭീര ഒരു പാട്ട് പാടിയിരിക്കും. ആണോ? അതുകൊണ്ട് ഇനി ഞാൻ പാട്ട് പാടാൻ പറയരുത് എന്നുള്ളതുകൊണ്ട് ശരി, അത് വിട്ടേക്ക്. പാട്ട് പാടുന്ന ഞാൻ ചോദിക്കുന്നില്ല. ഈ ഒരുപാട് സാധനങ്ങൾ ട്രോളായിട്ട് വന്നിട്ടുണ്ട്, പോസിറ്റീവായിട്ട് ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ. പക്ഷെ അതിലെല്ലാം ഒരു കണ്ടന്റ് ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്നും അല്ല നിൽക്കേണ്ടത്, അവിടുന്ന് ബസ് പിടിച്ച് മുന്നോട്ട് പോകേണ്ട സമയമായി എന്ന് ഒരുപാട് പേർക്ക് ഓർമ്മപ്പെടുത്തൽ കൊടുക്കുന്ന ട്രോളുകളാണ് അതെല്ലാം. അങ്ങനെ ഈ ഇടയ്ക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായോ ചേട്ടാ? അല്ല, എന്റെ ട്രോളുകൾ ഇങ്ങനെ ധാരാളം വരുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു സാധനം വന്നത് മറ്റേ ട്രൂ കോളർ. ഒരാളെ വിളിച്ചിട്ട് ആരും അയാളുടെ പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേര് പ്രവചിക്കാം, മോഹൻ അല്ലേ. പിന്നെ ചോദിച്ചു നിങ്ങൾക്ക് ആഹാരവുമായി ബന്ധപ്പെട്ട ജോലിയല്ലേ. അപ്പൊ കാറ്ററിംഗ്. പെട്ടെന്ന് പുള്ളി പറഞ്ഞു, അയ്യോ ഞാൻ ഇപ്പൊ തന്നെ എന്നാ എന്റെ ഫേസ്ബുക്കിലിടാ, ഇത്ര വലിയ മഹാനാണ്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, ഇത് നിങ്ങളുടെ ട്രൂ കോളറിൽ മോഹൻ കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് കണ്ടാണ് ഞാനത് പറഞ്ഞു. ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം. അപ്പൊ എന്തായാലും ഒരുപാട് ട്രോളുകൾ ഇങ്ങനെ വരട്ടെ, നല്ല ട്രോളുകൾ കേട്ടോ. അതിൽ നിന്ന് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കിട്ടുന്നെങ്കിൽ അങ്ങനെ കിട്ടട്ടെ. അവിടെ ബസ് കിട്ടാതെ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ കയറി വരട്ടെ എന്ന് നമുക്ക് പറയാം. പിന്നെ ഒരു കാര്യം നിങ്ങളെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവാർഡ് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്നെ പോലെയുള്ള ആളുകൾ കുറച്ചുകൂടി ഒരു വിജിലന്റ് ആവാനും ഇനി ന്യൂസ് 18 പേരുദോഷം കേൾപ്പിക്കരുത് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉയരാനും ഒക്കെ അവാർഡ് കൊണ്ട് ഉപകരിക്കും. ന്യൂസ് 18 ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശരി ഹരിച്ചേട്ടാ, വലിയ ഉപകാരം, വലിയ സന്തോഷം രാവിലെ വന്ന് ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവെച്ചതിന്. എന്തായാലും നമ്മൾ ഓരോ അവാർഡീസിനെയും രാവിലെ പ്രേക്ഷകരുമായിട്ട് ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, പ്രേക്ഷകരിലേക്ക് കൂടുതൽ അവരുടെ വിവരങ്ങൾ എത്തിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഹരി പത്തനാപുരമാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും വരുന്ന വ്യാഴാഴ്ച മുതലാണ് ന്യൂസ് 18 ദിയ പുരസ്കാര വിതരണ ചടങ്ങുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് പുരസ്കാര ജേതാക്കളും അതിഥികളും വിശേഷങ്ങൾ പങ്കുവച്ച റെഡ് കാർപ്പറ്റ് കാണാം. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പുരസ്കാര ജേതാക്കളുമായി എൽദോയും ഭവ്യയും നടത്തിയ ചിറ്റ്ചാറ്റുണ്ട്. അതിനുശേഷം ശനിയാഴ്ചയും ഞായറാഴ്ചയും വൈകിട്ട് 4:30 മുതൽ പുരസ്കാരദാന ചടങ്ങ് ന്യൂസ് 18 കാണാം.